വെൽക്കം ടു CML ആൻഡ് സ്റ്റഫ്. ജോഫ്രി ചോസറിൻ്റെ കാൻറ്റർബറി ടേൽസിലെ ക്യാരക്ടർ അനാലിസിസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. സോ ഇതിനകത്ത് ആദ്യം നോക്കുന്നത് ദ പാഴ്സൺ. അപ്പോൾ മുന്നേയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അഴിമതിയൊക്കെ നടത്തുന്ന മോങ്കിനെ കുറിച്ചും അതുപോലെ അത്യാഗ്രഹിയായിട്ടുള്ള ഫ്രയറിനെ കുറിച്ചും വളരെ പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള പ്രയറസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിഹേവിയർ, ഒരു പേഴ്സണാലിറ്റിയാണ് ഈ കാൻറ്റർബറി ടേൽസിനകത്ത് ജോഫ്രി ചോസർ പാഴ്സണെ ചിത്രീകരിക്കുന്നത്. സോ പാഴ്സൺ ഈസ് വൺ ഓഫ് ട്രൂലി ഐഡിയലൈസ്ഡ് റിലീജിയസ് ഫിഗർ ഓൺ ദി പിൽഗ്രിമേജ്. സോ ഒരു ആദർശവൽക്കരിക്കപ്പെട്ട വളരെ ഒരു റിലീജിയസ് ഫിഗർ തന്നെയാണ്. അതായത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടി ചെയ്യുന്ന ഒരാൾ. സോ അദ്ദേഹം എന്താണോ ഒരു പ്രീസ്റ്റിന് വേണ്ടത്, എന്താണോ ഒരു പുരോഹിതൻ ഒരു സഭയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്, ഒരു ചർച്ചിന് വേണ്ടി ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായി ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഹി ഫുള്ളി കമ്മിറ്റഡ് ടു ഹിസ് പീപ്പിൾ. അതായത് ആ ഒരു ചർച്ചിന് ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഹി ടേക്സ് ഹിസ് പാസ്റ്ററൽ ഡ്യൂട്ടീസ് സീരിയസ്ലി. അതിപ്പോൾ ടീച്ചിങ് ആണെങ്കിലും കംഫർട്ടിങ് ആണെങ്കിലും അതുപോലെ തന്നെ സാധാരണക്കാരായ പാവപ്പെട്ട അസുഖമുള്ള ആൾക്കാരെ എപ്പോഴും സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ എപ്പോഴും അവർ കാര്യങ്ങൾ അന്വേഷിക്കുക. അതേപോലെ തന്നെ അദ്ദേഹം എന്ത് കാര്യമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പ്രവൃത്തിയിലൂടെ ചെയ്ത് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ദെൻ ഹി അവോയ്ഡ്സ് യൂസ്ലെസ് പ്ലഷേഴ്സ്. ഇപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം കൊണ്ടുവച്ചിട്ട് നമ്മളെപ്പോഴും ഈ ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു രീതിയിലുള്ള ജീവിതമൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം എപ്പോഴും പവറിനും അല്ലെങ്കിൽ അധികാരത്തിനും പൈസയ്ക്കൊന്നും അത്രയധികം വാല്യൂ കൊടുത്തിരുന്നില്ല. അതിനേക്കാൾ കൂടുതൽ ബന്ധങ്ങൾക്കും അതുപോലെ തന്നെ ആത്മീയപരമായ കാര്യങ്ങൾക്കുമാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല അന്നത്തെ കാലത്ത് മറ്റുള്ള പുരോഹിതന്മാർ, നമ്മൾ മുന്നേയുള്ള ക്യാരക്ടേഴ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള പല പുരോഹിതന്മാരും ലണ്ടനിൽ തന്നെ ചില ലാഭമായ കച്ചവടങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവിടെയുള്ള ഈ സഭയുടെ കാര്യങ്ങൾ, ചർച്ചിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ഇടപെട്ടിരുന്നു. അതായത് ഇപ്പോൾ സാധാരണ ഒരു പ്രീസ്റ്റ് ആണെങ്കിൽ കന്നുകാലികൾ അല്ലെങ്കിൽ അട്ടിടയന്മാരായി അവരെ മാത്രം പരിപാലിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി നല്ല ബിസിനസ്സിലേക്ക് ചിന്തിക്കുന്ന പ്രവണത അന്നത്തെ പുരോഹിതന്മാരിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നല്ല യഥാർത്ഥത്തിലൊരു പുരോഹിതൻ ആവേണ്ടത് എന്നുള്ളത് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇദ്ദേഹത്തിന് സമ്പത്ത് എന്ന് പറയുന്നത് ആത്മീയതയിലാണ് സമ്പത്ത് കിടക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. മാത്രമല്ല അന്നത്തെ ചില പുരോഹിതന്മാരെ വൈക്ലിഫൈറ്റ്സ് അല്ലെങ്കിൽ ലോലാർഡ്സ് ക്രിറ്റിസൈസ് ചെയ്തിരുന്നു. അതായത് പലപ്പോഴും അത്യാഗ്രഹികളാണ്, അതുപോലെ മിക്കപ്പോഴും ചർച്ചിൻ്റെ കാര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സ്ഥലത്തില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഒരു ഫേക്ക് റിലീജിയസ് ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത് എന്നൊക്കെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില വിമർശനങ്ങളൊക്കെ ഇദ്ദേഹത്തിനെതിരെയും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടി ചോസർ അദ്ദേഹത്തിനെ പ്രസൻറ്റ് ചെയ്യുന്നത് ഹീ ഈസ് നോട്ട് എ ലോലാർഡ് ഹെററ്റിക് എന്നാണ്. അതായത് അങ്ങനെയൊക്കെയുള്ളൊരു കളിയാക്കലും വിമർശനമൊക്കെ ഉണ്ടെങ്കിലും അതിൽ ഹെററ്റിക് അല്ല എന്ന രീതിയിൽ ചോസർ അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പാഴ്സൺ എപ്പോഴും ഹി ഡിമാൻഡഡ് റിപ്പൻറ്റൻസ് ഫ്രം ഓൾ സിന്നേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് റാങ്ക് ഓർ റിച്ചസ്. ഇപ്പോൾ ഒരു എല്ലാ ആളുകളിൽ നിന്നും അദ്ദേഹം മാനസാന്തരം ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഒരാളുടെ ക്ലാസ് അല്ലെങ്കിൽ അയാളുടെ സമൂഹത്തിലുള്ള സ്ഥാനം എന്ന് നോക്കാതെ അവരെപ്പോഴും റിപ്പൻറ്റൻസ് അല്ലെങ്കിൽ അവർ മനസ്സ് തുറക്കുന്ന ഒരു അവസരം അദ്ദേഹം കൊടുക്കാറുണ്ട്. പലപ്പോഴും ആ സമയത്ത് മധ്യ കാലഘട്ടത്തിൽ ഇത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം മോറൽ വാല്യൂസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലികളെയും രീതികളെയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചോസർ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പൊസിഷൻ ദ പാഴ്സൺ ദ മോറൽ സെൻറ്റർ ഓഫ് ദ പിൽഗ്രിമേജ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ അതായത് മറ്റുള്ള പല പുരോഹിതന്മാരും കുറേ കാര്യങ്ങൾ പ്രസംഗിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല. പക്ഷേ പാഴ്സൺ അങ്ങനെയല്ല, പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയും ചർച്ചിൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥതയോടു കൂടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണെന്ന് ചോസർ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ ദ പ്ലോമൻ. സോ കാൻറ്റർബറി ടേൽസിനകത്തുള്ള മറ്റൊരു റൊമാൻറ്റിസൈസ്ഡ് ഐഡിയലൈസ്ഡ് ക്യാരക്ടറാണ് ദ പ്ലോമൻ എന്ന് പറയുന്നത്.
ഇവിടെ ജോഫ്രി ചോയ്സ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ് പാഴ്സൺസ് ബ്രദർ. അതായത് ഇപ്പോൾ രണ്ടുപേരും മീൻസ് ദ പാഴ്സണും പ്ലോമൻ, ഇവർ രണ്ടുപേരും സഭയിലെ അല്ലെങ്കിൽ ചർച്ചിനകത്ത് നടക്കുന്ന ആ ഒരു മധ്യകാലഘട്ടത്തിൽ ചർച്ചിനകത്ത് നടന്നിരുന്ന അഴിമതികൾ, അതുപോലെ ഒരുപാട് കപടമായ കാര്യങ്ങളൊക്കെ നടന്നിരുന്നല്ലോ. അപ്പോൾ അതിനെല്ലാം എതിരെയുള്ള ജോസഫിൻ്റെ ഒരു മറുപടിയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതായത് പാഴ്സണാണെങ്കിൽ ആത്മീയതയിലൂടെ ഒരു ആദർശമായി നിലനിൽക്കുന്നുണ്ട്, അതേപോലെ ഫ്ലോമൻ ആണെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു ആദർശമായിട്ട് നിലകൊള്ളുന്നു. സോ ഇനി നമ്മൾ പ്ലോമൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഹി റെപ്രസെൻറ്റ്സ് ജോസഫ്സ് വിഷൻ ഓഫ് ദ ഹോണസ്റ്റ് ഡിഗ്നിഫൈഡ് വർക്കിംഗ് മാൻ. ഇദ്ദേഹത്തെ ജോസഫ് പ്രസൻറ്റ് ചെയ്യുന്നത് ആസ് എ മോഡസ്റ്റ് ടെനൻറ്റ് ഫാമർ. അതുപോലെ ഹി എംപഡീസ് റൂറൽ ലൈഫ് വിതൗട്ട് എനി ബിറ്റർനെസ് ഓഫ് വ്യൂ ടുവേർഡ്സ് ദ അപ്പർ ക്ലാസ്. അതായത് ഇപ്പോൾ ഒരു ഗ്രാമത്തിലെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിനകത്ത് അപ്പർ ക്ലാസ്സസിൻ്റെ ജീവിത രീതികളെ ഫോളോ ചെയ്യാതെ എല്ലാ രീതിയിലും സാധാരണക്കാരായ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ പ്ലേസ് എന്താണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സെൽഫ് റെസ്പെക്റ്റ് അദ്ദേഹം മുറുകെ പിടിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാലും അദ്ദേഹം സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മധ്യകാലഘട്ടത്തിലെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു നിലനിൽപ്പായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജോസഫ് പറയുന്നുണ്ട് ഹീസ് എ ലിവിങ് എക്സാമ്പിൾസ് ഓഫ് ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ. അതായത് അദ്ദേഹം എല്ലാ ഡ്യൂട്ടീസും അതിനകത്ത് ചെയ്യുന്നുണ്ട്. അതായത് വിത്ത് വിതയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൊയ്യുന്ന സമയങ്ങൾ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ഇതുമായിട്ട് ഒരു പേഴ്സൺസിൻ്റെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണോ അതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരു ഫാമിങ്ങിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ എസെൻഷ്യൽ ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണം അതെല്ലാം അദ്ദേഹം വളരെ വൃത്തിയായി തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കഥാപാത്രത്തെ വില്യം ലാംഗ്ലണ്ടിൻ്റെ പിയേഴ്സ് പ്ലോമാൻ എന്ന് പറയുന്ന വർക്കിനകത്തുള്ള ആ പ്ലോമാൻ്റെ ക്യാരക്ടറുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ട്. അതായത് അതിനകത്ത് പ്ലോമാൻ ഹു പെർഫോം ദ സെയിം വർക്ക് ആൻഡ് സ്റ്റുഡ് ഫോർ ദി സെയിം വാല്യൂസ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാൻറ്റർബറി ടേൽസിലെ ജോഫ്രി ചോയ്സിൻ്റെ പ്ലോമാൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിനെ വില്യം ലാംഗ്ലണ്ടിൻ്റെ വർക്കായിട്ടുള്ള പിയേഴ്സ് പ്ലോമാനകത്തുള്ള ക്യാരക്ടറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. ഇദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന കുറേ കാര്യങ്ങൾ ചോയ്സർ പറയുന്നുണ്ട്. അതായത് അദ്ദേഹം എപ്പോഴും പ്യുവർ ചാരിറ്റിക്കും അതുപോലെ തന്നെ വളരെ സമചിത്തതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതുപോലത്തെ ഒരിക്കലും ഒരുപാട് സന്തോഷങ്ങളോ ഒരുപാട് ദുഃഖങ്ങളോ അദ്ദേഹത്തിനെ ചലിപ്പിക്കാറില്ല. അതായത് ഒരുപാട് സന്തോഷം ഒരു എക്സസീവായിട്ടുള്ള ലെവലിൽ എത്തുമ്പോൾ അതിൽ ഒരുപാട് ആനന്ദിക്കുക, അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ ഒരുപാട് വിഷമിക്കുക, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം എപ്പോഴും എല്ലാത്തിനും ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം ഹി ഓൾവേസ് ഫോക്കസ് ഓൺ ലവിങ് ഗോഡ് ആൻഡ് ഹിസ് നെയ്ബേഴ്സ്. അദ്ദേഹം ചുറ്റുമുള്ളവരെയും അല്ലെങ്കിൽ ദൈവത്തെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകളുടെ നിസ്സഹായാവസ്ഥകളെയും അവരുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ധരിക്കുന്ന വസ്ത്രങ്ങൾ വളരെ ലൂസായിട്ടുള്ള സ്ലീവ്ലെസ് ട്യൂണിക്, അതുപോലെ തന്നെ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വിനയത്തെയും അതുപോലെ തന്നെ ഒരു ഫാഷൻ സ്റ്റാറ്റസ് ഇതിനെയൊന്നും അദ്ദേഹം അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം മറ്റുള്ള പല കാര്യങ്ങൾക്കാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി സമൂഹത്തിലെ ജനങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ജീവിത രീതികളെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കാൻറ്റർബറി ടേൽസിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ കറപ്റ്റായിട്ടുള്ള ക്ലർജിയെക്കുറിച്ചും അതുപോലെ അത്യാഗ്രഹമുള്ള മെർച്ചൻറ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഇവിടെ പ്ലോമാനെ നമ്മൾ കാണുന്നത്. ലളിതമായ ജീവിത രീതികൾ കൊണ്ടും അതുപോലെ അടിയുറച്ച വിശ്വാസങ്ങൾ കൊണ്ടും ഒക്കെ അദ്ദേഹം വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഹി ഫോംസ് ജോസഫ്സ് പിക്ചർ ഓഫ് ഒത്തൻറ്റിക് ഫെയ്ത്ത്. ദെൻ നെക്സ്റ്റ് വൺ ദ മാൻസിപ്പിൾ. കാൻറ്റർബറി ടേൽസിനകത്ത് ജോഫ്രി ചോയ്സ് മാൻസിപ്പിളിനെ കാണിക്കുന്നത് ഇസ് എ പർച്ചേസിങ് ഏജൻറ്റ്, അതായത് ഹു ബൈസ് പ്രൊവിഷൻസ് ഫോർ വൺ ഓഫ് ദ ഇൻസ് ഓഫ് കോർട്ട്. ഇൻസ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോയേഴ്സും സ്റ്റുഡൻസൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഈ പ്രൊവിഷൻസ് ആവശ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഒരു പർച്ചേസിങ് ഏജൻ്റ് ആയിട്ടാണ് ഇവിടെ മാൻസിപ്പിളിനെ കാണിക്കുന്നത്. അപ്പോൾ ടെക്നിക്കലി അദ്ദേഹം ഒരു സെർവൻ്റാണ്, പക്ഷേ അദ്ദേഹം അത്രയധികം സിമ്പിളൊന്നുമല്ല. മാത്രമല്ല ചോയ്സർ അദ്ദേഹത്തിനെ കാണിക്കുന്നത് ഒരു കോൺ ആർട്ടിസ്റ്റാണ്, ഒരു തട്ടിപ്പുകാരൻ എന്ന രീതിയിൽ. ആരെപ്പോലെ, മില്ലറിനെയൊക്കെ പോലെ. ഇപ്പോൾ നമ്മൾ മില്ലർ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത് എപ്പോഴും ശാരീരികമായ ബലം ഉപയോഗിച്ചിട്ട്
മറ്റുള്ള ആൾക്കാരെ വഞ്ചിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതേസമയം ഈ മാൻസിപ്പിൾ എന്ന് പറയുന്നത് റിലൈസ് ഓൺ ഷാർപ്പ് വിറ്റ്സ് ആൻഡ് ബിസിനസ് കണ്ണിങ്, അതായത് ബിസിനസ് കച്ചവട തന്ത്രത്തിലൂടെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സ്വഭാവമാണ് മാൻസിപ്പിളിനുള്ളത്. നേരത്തെ പറഞ്ഞ മില്ലറിനാണെങ്കിൽ ശാരീരികമായ ബലം ഉപയോഗിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരുപാട് സംഭവങ്ങളൊക്കെ നേടിയെടുക്കുന്ന രീതി. ഇതാണ് ഇവർ തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പാരഡോക്സ് എന്ന് പറയുന്നത് ചോസർ റിഫേഴ്സ് ടു ദീസ് ഡിസ്ഹോണസ്റ്റ് സ്കിൽ ആസ് വിസ്ഡം. അതായത് ഇപ്പോൾ നമ്മളിതൊരു ഡിസ്ഹോണസ്റ്റ് സ്കിൽസ് തന്നെയാണ് അല്ലേ, പക്ഷേ ഇതിനെ ഒരു വിസ്ഡം ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു പാരഡോക്സ് ആണത്. മാത്രമല്ല ഒരു ഐറോണിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് മിഡീവൽ സൊസൈറ്റി പലപ്പോഴും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് ഇതുപോലെയുള്ള ഒരു വേൾഡ്ലി ഷ്രൂഡ്നെസ്സിനാണ്, അല്ലാതെ മോറൽ വാല്യൂസിനല്ല എന്ന് അദ്ദേഹം ഇതിലൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ചോസർ എടുത്ത് പറയുന്നൊരു കാര്യം, പ്രത്യേകിച്ചൊരു ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ല, ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് മാൻസിപ്പിൾ എന്ന് പറയുന്ന കഥാപാത്രം. എന്നിട്ടും ദേ കൺസിസ്റ്റൻ്റ്ലി ഔട്ട്സ്മാർട്ടഡ് ദീസ് എക്സ്ട്രാ ഓർഡിനറി സ്കിൽഡ് അറ്റോർണേഴ്സ്. ഇപ്പോൾ ലോ ഒക്കെ പഠിച്ചിട്ടില്ല, വളരെയധികം സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെ പോലും വളരെ സ്കിൽഫുള്ളി അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്വഭാവ സവിശേഷത ഈ മാൻസിപ്പിളിനുണ്ട്. അതായത് അവർ മാൻസിപ്പിൾ ചെയ്യുന്നത് ടേണിങ് എ പ്രോഫിറ്റ് ഫോർ ഹിംസെൽഫ് ത്രൂ മാർക്കറ്റ് നോളജ്, ബാർഗെയിനിങ് ആൻഡ് ക്ലെവർ ബുക്ക് കീപ്പിംഗ്. ഇതെല്ലാം ഈ ഒരു എന്താണ് പ്രാക്ടിക്കൽ നോളജിലൂടെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് സമൂഹത്തിൽ അവർ എല്ലാം നേടിയെടുക്കുന്നത്. അതേസമയം എല്ലാം അറിയുന്ന ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള മാൻസിപ്പിളിൻ്റെ ഈ സ്വഭാവത്തെ അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, റിവീൽസ് എ കീ സോഷ്യൽ ടെൻഷൻ. അതായത് ഈ അക്കാഡമിക് നോളജിനെ പലപ്പോഴും ഒരു ചെറിയ വാല്യൂ മാത്രമായി ഒതുങ്ങുകയും പ്രാക്ടിക്കൽ വേൾഡ് ഓഫ് ട്രേഡ് കുറച്ചും കൂടി മുന്നിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ പലപ്പോഴും ഈ ഒരു മാൻസിപ്പിൾ അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ നോളജ്, അതായത് എങ്ങനെയാണ് ബാർഗെയിൻ ചെയ്യുക, എങ്ങനെയാണ് കച്ചവട തന്ത്രങ്ങൾ പയറ്റുക, അതൊക്കെ നന്നായിട്ട് അറിഞ്ഞ് കൂടുതൽ അക്കാഡമിക് നോളജിൽ ആൾക്കാരെ പിന്നിലേക്കാക്കുന്ന ഒരു പ്രവണത, അതൊരു ഇറ്റ്സ് എ കീ സോഷ്യൽ ടെൻഷൻ എന്ന രീതിയിൽ അദ്ദേഹം അവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മില്ലറിനെയും മാൻസിപ്പിളിനെയും ചോസർ റെപ്രസെൻ്റ് ചെയ്യുന്നത് 14th സെഞ്ച്വറിയിലെ സാമ്പത്തിക വളർച്ചയുടെ ഒരു ഭാഗമായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്നത്. അതായത് ഇവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത് വളരെ കണ്ണിങ്ങായി കാര്യങ്ങൾ ചെയ്യുന്നതിലാണ്, അതല്ലാതെ ഒരു സ്കോളർലി നോളജിനല്ല പ്രാധാന്യം ഈ 14th സെഞ്ച്വറിയിലെ ഇക്കോണമിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് എന്ന് കൂടി അദ്ദേഹം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ ഇവിടെ ചോസർ ഈ മാൻസിപ്പിളിൻ്റെ ആ ഒരു സത്യസന്ധതയില്ലായ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യത്തെ അംഗീകരിക്കുന്നുമുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ദ റീവ്. സോ മധ്യകാല ഇംഗ്ലണ്ടിൽ റീവിനെ പ്രസൻറ്റ് ചെയ്യുന്നത് എസെൻഷ്യലി ദ ചീഫ് സ്റ്റിവാർഡ് ഓർ എസ്റ്റേറ്റ് മാനേജർ ഹു വർക്ക് ഡയറക്ട്ലി അണ്ടർ ദ ലോർഡ് ഓഫ് ദ മാനോർ. അതായത് നോർമലി അവിടെ ഒരു ഹിയറാർക്കി ഉണ്ട്, അതായത് ലോർഡ്, അതുപോലെ സ്റ്റിവാർഡ്, ബെയ്ലിഫ്, റീവ്, അങ്ങനെ പ്രൊവോസ്റ്റ്, അങ്ങനെ ഒരു ഹിയറാർക്കി അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ചോസറിൻ്റെ റീവ് എന്ന് പറയുന്നത് സീംസ് ടു റാങ്ക് ഹയർ ദാൻ എ ടിപ്പിക്കൽ ബെയ്ലിഫ് ആൻഡ് ഈവൻ പെർഫോംസ് സം ഓഫ് ദി സ്റ്റിവാർഡ്സ് ഡ്യൂട്ടീസ്. ഇദ്ദേഹത്തിന് ഇലക്ട് ചെയ്യുന്നത് പെസൻസ് ആണ്. അതുമാത്രമല്ല അദ്ദേഹത്തിനൊരു ലോക്കൽ അതോറിറ്റി, ഒരു പവറുണ്ട്. പക്ഷേ എന്നാലും ഇദ്ദേഹം എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ലോർഡിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും പറയും, അല്ലെങ്കിൽ എന്തൊരു വിഷയം വരുമ്പോഴും അത് ലോർഡിനോട് ആൻസർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് എസ്റ്റേറ്റിനെ വളരെ റെഗുലറായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യണം, എസെൻഷ്യൽ സപ്ലൈസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഗ്രെയിൻ സ്റ്റോറേജ്, അങ്ങനെ സാധാരണ എപ്പോഴൊക്കെയാണ് ഹാർവെസ്റ്റ്, എപ്പോഴൊക്കെയാണ് വിത്ത് വിതയ്ക്കുന്നതും കൊയ്യുന്നതും സമയം എപ്പോഴൊക്കെയാണ്, അതുപോലെ തന്നെ കാറ്റിൽസിൻ്റെയും അതുപോലെ തന്നെ കാറ്റിൻ്റെയും പോൾട്രിയുടെയൊക്കെ ഹെൽത്തും കാര്യങ്ങളും നോക്കുക, അതുപോലെ തന്നെ വർക്കേഴ്സിന് എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. അതുപോലെ തന്നെ അദ്ദേഹം ഒരു എക്സ്പേർട്ട് റെക്കോർഡ് കീപ്പർ കൂടിയാണ്. ഓഡിറ്റേഴ്സിനോടും അതുപോലെ തന്നെ ലോർഡിനോടുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ളൊരു അധികാരം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എസ്റ്റേറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പവർ ഉണ്ട്. പക്ഷെ അദ്ദേഹം യൂസ്ഡ് ദാറ്റ് പവർ ടു ഒരു പേഴ്സണൽ വെൽത്തിന് വേണ്ടി അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ലോർഡിൻ്റെ തന്നെ കാര്യങ്ങൾ എടുത്തിട്ട് ലോർഡിന് തന്നെ വിൽക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ അധികാരം അദ്ദേഹത്തിന് കൊടുത്ത അന്ന് മുതൽ അദ്ദേഹം ലോർഡിനോട് മറുപടി പറയണം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ലോർഡിൻ്റെ തന്നെ സാധനങ്ങൾ എടുത്തിട്ട് ലോർഡിന് തന്നെ കടം കൊടുത്തിട്ട് പൈസ വാങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ഒരു പ്രവണത ഇദ്ദേഹത്തിൽ കാണുന്നുണ്ട്.
ഇതൊരു ഇറ്റ്സ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് മാനിപ്പുലേഷൻ. റീവിൻ്റെ അപ്പിയറൻസ് അതുപോലെ തന്നെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ മധ്യകാലഘട്ടത്തിലെ ഒരു 4 ഹ്യൂമേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഓരോ ഹ്യൂമറിനും ഓരോ ക്യാരക്ടർ, ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കോളറിക് ആയിട്ടാണ് റീവിനെ കാണിക്കുന്നത്, അതായത് വളരെ ദേഷ്യക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് വളരെ ലോങ് സ്കിന്നി കാഫ്ലെസ് ലെഗ്സ് ആണ്, ഷേവ്ഡ് ഹെഡ്, റെസ്ലി ബ്ലേഡ്, അതുപോലെ തന്നെ ഇൽ ഫിറ്റിംഗ് ക്ലോത്ത് ദാറ്റ് സിഗ്നൽ ലോ സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് ആയിട്ട് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബോഡി സജസ്റ്റ് ചെയ്യുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ ബുദ്ധിയും ദേഷ്യം ചിലതിനോടുള്ള ആസക്തിയും ഒക്കെ കാണിക്കുന്നുണ്ട്. വളരെ ഹീസ് ക്ലവർ, ഇൽ ടെമ്പേർഡ് ആൻഡ് ലെഷറസ്. So Chaucer even mentions his lovely Norfolk home, a specific detail that makes him feel like a real historical person rather than just a type. അദ്ദേഹത്തെ മില്ലറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് റീവ് ആൻഡ് മില്ലർ ആർ നേച്ചുറൽ എനിമീസ് ബിക്കോസ് ബോത്ത് മേക്ക് എ ലിവിങ് ബൈ ചീറ്റിംഗ് പെസൻസ് ബട്ട് ദെയർ മെത്തേഡ്സ് ഡിഫർ. അതായത് ഇപ്പോൾ റീവ് ആണെങ്കിലും മില്ലറാണെങ്കിലും രണ്ടുപേരും മറ്റുള്ളവരെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. രണ്ടുപേരും രീതികളാണ് വ്യത്യാസമാവുന്നത്. ഇപ്പോൾ ഒരാൾ മില്ലർ എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ വളരെ ബ്രൂട്ടലി, നേരത്തെ പറഞ്ഞ നമ്മൾ ശാരീരികമായ ശക്തി ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുക, ആ രീതിയാണ്. അതേസമയം റീവ് എന്ന് പറയുന്നത് യൂസസ് ക്രുവൽറ്റി, ഹാർഷ്നെസ്, കാൽക്കുലേഷൻസ് ആൻഡ് മാനിപ്പുലേഷൻ. അതായത് ഇപ്പോൾ കച്ചവടമാണെങ്കിൽ കച്ചവട തന്ത്രങ്ങളിലൂടെ വളരെ കണ്ണിങ് ആയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു രീതിയാണ് റീവിനുള്ളത്. ചോസ്റ്റർ അതിനകത്ത് എടുത്തു പറയുന്നുണ്ട് ബോത്ത് അണ്ടർസ്റ്റാൻഡ് പ്രോഫിറ്റ്, ഫ്രോഡ് ആൻഡ് ഹൗ ടു എക്സ്പ്ലോർ ദ മെനോറൽ സിസ്റ്റം. അവിടെ മധ്യകാലഘട്ടത്തിലെ സിസ്റ്റം, അവരുടെ മെനോറൽ സിസ്റ്റത്തിനെ എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് രണ്ടുപേർക്കും വളരെ വ്യക്തമായ ധാരണയുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ദി സമ്മണർ. സമ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് എൻ ഓഫീസർ ഓഫ് ദി ഇക്ലേസിയാസ്റ്റിക്കൽ കോർട്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു മോറൽ ഒഫൻസ് ചെയ്തിട്ടുള്ള ഒരാളെ, ഇപ്പോൾ ഒരു അഡൽട്ടറിയോ എന്തെങ്കിലുമൊക്കെ ഒരു സമൂഹത്തിൻ്റെ അംഗീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ ഈ കോർട്ടിന് മുന്നിലെത്തിക്കാൻ വേണ്ടി സമൻസ് അയക്കുന്ന ഓഫീസറാണ് ഈ സമനർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഓഫീസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ് വാസ് നൊട്ടോറിയസ്ലി കറപ്റ്റ് ഇൻ ദി മിഡിൽ ഏജസ്. മധ്യകാലഘട്ടത്തിൽ ഇതൊരു കറപ്റ്റായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കാണിച്ചിരുന്നത്. അതായത് ഈ ഒരു പദവി അന്നത്തെ സമയത്ത് മിഡിൽ ഏജിൽ ഒരുപാട് അഴിമതികൾ നിറഞ്ഞ ഒരു പൊസിഷനായിട്ടാണ് കാണിച്ചിരുന്നത്. പിന്നെ ഇവരുടെ ഒരു ഫിസിയോണമി, ഇവരുടെ ശാരീരികമായൊരു അവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിപ്പൾസീവാണ്. അതായത് നമുക്കിങ്ങനെ വെറുപ്പുളവാക്കുന്ന രീതിയിലുള്ളൊരു അപ്പിയറൻസാണ് ഇവർക്കുള്ളത്. ഇവരുടെ ഫേസ് എന്ന് പറയുന്നത് റിപ്പൾസീവാണ്, അതായത് ഒരുപാട് പൊട്ടലുകളും മുറിവുകളൊക്കെ ഉള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇത് മാത്രമല്ല ചോസർ ഐറോണിക്കലി ഇവരുടെ ഫേസിനെ കമ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ഷെറഫ് ഫേസ് എന്ന് പറഞ്ഞിട്ട്, ഷെറഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാലാഖ കുഞ്ഞ് എന്നാണ്, പക്ഷെ അതൊരു ഹൊറർ ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹി സഫേഴ്സ് ഫ്രം എ ഫോം ഓഫ് ലെപ്രസി ഓർ സെവിയർ സ്കിൻ ഡിസീസ് കോസ്ഡ് ബൈ അൺറെസ്ട്രെയിൻഡ് ലക്ഷറി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസിൽ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം ഇയാളുടെ സ്കിന്നിലുള്ള ഒരു അസുഖം. അപ്പോൾ അതായത് ഒരു അനിയന്ത്രിതമായ കാമാസക്തി കൊണ്ടുണ്ടായിട്ടുള്ള ഒരു സ്കിൻ ഡിസീസിന് ഇദ്ദേഹം ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ താടിയും മുടിയും അദ്ദേഹത്തിൻ്റെ ടോട്ടൽ അപ്പിയറൻസ് കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിലായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ നോർമൽ ഒരു ഓയിൻമെൻറ്റ്സ് കൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ അസുഖത്തെ ഭേദമാക്കാൻ കഴിയില്ല. പക്ഷേ അന്നത്തെ മധ്യകാലഘട്ടത്തിലെ ചില മെഡിസിൻസ് ലൈക്ക് മെർക്കുറി, അതുപോലെ സൾഫർ, അങ്ങനെയൊക്കെയുള്ള ചിലത് കൊണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് ചില ഒരു ആശ്വാസമുണ്ടാക്കാം എന്ന് ചോസർ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോസറിൻ്റെ ഒരു മെഡിക്കൽ നോളജിനെയാണ് എടുത്ത് കാണിക്കുന്നത്. അതുമാത്രമല്ല സ്ട്രോങ് റെഡ് വൈൻ, അതുപോലെ തന്നെ ലേക്സ് ആൻഡ് ഗാർലിക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഈ അസുഖത്തെക്കുറിച്ച് കൂടുതലാക്കാനാണ് ഉപകരിക്കുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ചോസർ ഈ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഹിസ് അപ്പിയറൻസ് ഈസ് എ ഡയറക്റ്റ് റിഫ്ലക്ഷൻ ഓഫ് ഹിസ് കറപ്റ്റ് സോൾ, ഔട്ട്വാർഡ് ഡിസീസ് മിറേഴ്സ് ഇൻവാർഡ് ഇൻ. അതായത് ഒരാളുടെ ഉള്ളിലുള്ള പാപത്തിൻ്റെ ഫലം അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു അദ്ദേഹം കൊണ്ടുപോകുന്ന ജീവിതം കൊണ്ടുപോയ രീതികളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുറമേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് പുറമേ ഉള്ള രോഗം അകത്തുള്ള അദ്ദേഹത്തിൻ്റെ പാപത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഇവിടെ ചോസർ അയാളെ ചിത്രീകരിച്ചിരിക്കുന്നത്.
സോ ഇവരുടെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് ദ സമണർ ഈസ് യൂഷ്വലി ഡ്രങ്ക്, വിയറിങ് എ ലാർജ് ഗാർലാൻഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് ക്യാരിങ് ഫ്ലാറ്റ് ലോഫ് ഓഫ് ബ്രെഡ് ആസ് എ മോക്ക് ഷീൽഡ്. സോ ഇവിടെ അവരൊരു തലയിലൊരു പൂമാല ധരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓൾവേസ് ക്യാരിങ് എ ഫ്ലാറ്റ് ലോഫ് ഓഫ് ബ്രെഡ് ആസ് എ മോക്ക് ഷീൽഡ്. സോ ഇവിടെ ഈ ഒരു ക്യാരക്ടറിനെ ചില സ്കോളേഴ്സ് അനലൈസ് ചെയ്യുന്നത് ഹീസ് മെൻ ടു പാരഡി ബാക്കസ്. ഇവിടെ ബാക്കസ് ദ ഗോഡ് ഓഫ് ഫൈനെ ഇങ്ങനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്, പാരഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു അറിവില്ലായ്മ, ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവ്. He memorized a few Latin legal phrases like a parrot and would boastfully repeat them when intoxicated to sound line. അതായത് കുറച്ച് ലാറ്റിൻ എന്തിനൊക്കെയോ വേണ്ടി പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് അദ്ദേഹം അതെങ്ങനെ ആവർത്തിച്ച് പറയും വിദ്യാഭ്യാസമുള്ളവനാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് കൂടുതൽ നമ്മൾ സംസാരിച്ചാൽ മനസ്സിലാവും, റിപ്പീറ്റായിട്ട് ചില ഫ്രേസസുകളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അറിവില്ലായ്മ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആവും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് മണി വുഡ് മേക്ക് എവറിത്തിങ് റൈറ്റ്, അതായത് എല്ലാത്തിൻ്റെ മേലെ പണമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു തെറ്റാണെങ്കിലും അതുകൊണ്ട് ഇല്ലാതാക്കാം, പണം കൊണ്ട് ഇല്ലാതാക്കാം എന്നുള്ള ഒരു രീതിയാണ് ഇദ്ദേഹത്തിൻ്റേത്. അപ്പോൾ ആ സമയത്ത് അതൊരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പൈസ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു, ആ തെറ്റുകളെ മറക്കാൻ വേണ്ടി വീണ്ടും എമൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ അത് ആ സമയത്ത് കോമൺ ആയിട്ടുള്ളൊരു കാര്യം കൂടി തന്നെയായിരുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മില്ലറുമായിട്ടും റീവുമായിട്ടും സമണറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ദ മില്ലർ ആൻഡ് റീവ് ഹു ആർ സ്ട്രോങ് ആൻഡ് കണ്ണിങ് ബട്ട് സ്റ്റിൽ ഹ്യൂമൺ. അതേസമയം സമണർ എന്ന് പറയുന്നത്, അതുപോലെ നെക്സ്റ്റ് നമ്മൾ പറയുന്ന പാർട്ട്ണർ എന്ന് പറയുന്നതും ഫീൽ കവേർഡ്ലി ആൻഡ് ഡീപ്ലി അൺസെറ്റിംഗ് ടു റീഡേഴ്സ്. So Chaucer uses his diseased body and corrupt acts to show how ecclesiastical justice had rotted from within. അതായത് ഇവിടെ നമ്മൾ ഡിസീസ്ഡ് ബോഡീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് അയാളുടെ പാപത്തിൻ്റെ ഉള്ളിലുള്ള പാപത്തിൻ്റെ പ്രതിഫലനമാണ് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്ന അസുഖമെന്ന് പറഞ്ഞല്ലോ. ഇത് ആ കാലഘട്ടത്തിലെ ചർച്ചിൻ്റെ നീതിന്യായ വ്യവസ്ഥിതിയും അതുപോലെ ചർച്ചിൻ്റെ മോറൽ വാല്യൂസൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചോസർ അതിനെ ആവർത്തിച്ച് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ദ പാർട്ട്ണർ. അതായത് 14th സെഞ്ച്വറിയിലെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുന്നേ ഉണ്ടായിരുന്ന വിശുദ്ധരായ ആളുകളുടെ അവശിഷ്ടങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വിൽക്കുന്ന ഒരു ജോലി, അതായിരുന്നു പാർട്ട്നേഴ്സിൻ്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. സോ ഇത് ജനങ്ങളെ വിശ്വസിപ്പിക്കും, അത് അത്ഭുത ശക്തിയുള്ളതാണ്, ഒരുപാട് അത്ഭുത നേട്ടങ്ങളൊക്കെ അതുകൊണ്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അവരെ നിർബന്ധിപ്പിച്ച് അത് വാങ്ങിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇവർ ചെയ്തിരുന്നത്. ഇത് സത്യത്തിൽ ഇതൊരു ചില സമയങ്ങളിൽ പള്ളി പണിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഉദ്ദേശം നല്ല തന്നെയായിരുന്നു. പക്ഷേ എന്നാലും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, അഴിമതികൾ നടന്നു. കാരണം ഇവർ പലപ്പോഴും പല ആളുകളും സാധാരണക്കാരായ ആളുകളായിരുന്നില്ല, അത് പുരോഹിതന്മാരൊന്നും ആയിരുന്നില്ല, അവർക്ക് പ്രീച്ച് ചെയ്യാനൊന്നും അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പ്രീച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് എമൗണ്ട് ഉണ്ടാക്കുന്ന ഒരു രീതി കൂടി അതിൽ കൂടെ കടന്നു വന്നു. ഇവിടെ ചോസറിൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അയാളൊരു വ്യാജനാണെന്നുള്ളത്. അതായത് അയാളുടെ കയ്യിൽ വെറും എല്ലും തുണിക്കഷ്ണങ്ങളും മാത്രമാണുള്ളത്, അതിന് അത്ഭുത ശക്തിയൊന്നുമില്ല എന്ന് അയാളുടെ അടുത്ത് പറയുന്നുണ്ട്. അവിടെ തന്നെ ഈ ഒരു അഴിമതി നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു ഐറണി എന്ന് പറയുന്നത് ഇവർ തന്നെ ജനങ്ങളെ തെറ്റും അല്ലെങ്കിൽ ഗ്രീഡിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഒരു ഭയം ഉണ്ടാക്കിയെടുക്കുകയും ഇവരെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്നത് തന്നെ ഇവർ തന്നെയാണ്, ഈ കൊണ്ടുപോകുന്ന ആളുകൾ തന്നെയാണ് ഏറ്റവും വലിയ തെറ്റുകാർ. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം പാപമോചനത്തിനുള്ളൊരു വഴിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്നതാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ സമണറും അതുപോലെ തന്നെ പാർട്ട്ണറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അഴിമതി തന്നെയാണ് ചെയ്യുന്നത്. സമണറാണെങ്കിൽ ഭയപ്പെടുത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് വാങ്ങുന്നുണ്ട്, അതേസമയം പാർട്ട്ണറാണെങ്കിൽ മതത്തെ തന്നെ വെളുക്കുന്നൊരു പ്രവണതയാണ് നമുക്ക് കാണുന്നത്. ഇവിടെ ചോസർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷനാണ് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരച്ച് കാണിക്കുന്നത്. സോ ഇതോടുകൂടി ജോഫ്രി ജോസിൻ്റെ കാൻറ്റർബറി ടെയിൽസിലെ കഥാപാത്രങ്ങളുടെ ഒരു ഷോർട്ട് അനാലിസിസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഓരോ ക്യാരക്ടേഴ്സിലും നമുക്ക് സൊസൈറ്റിയുടെ ഒരു പ്രതിഫലനം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു തീർത്ഥയാത്ര കണ്ടു. ആ തീർത്ഥയാത്രയിൽ പോകുന്ന വഴിയിൽ 2 സ്റ്റോറീസ് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഇവരുടെ ഹോസ്റ്റായിട്ടുണ്ടായിരുന്നത് ഹാരി ബെയ്ലിയാണ്. നല്ലൊരു സ്റ്റോറി പറയുന്ന ആൾക്ക് ഫ്രീ മീലാണ് അവർ ഗിഫ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
സോ അതിൻ്റെ രീതിയിലാണ് ഇവർ ഓരോ ആളുകളും ഓരോ കഥ പറയുന്നതും ഓരോ കഥയിലൂടെ തന്നെ 14th സെഞ്ച്വറിയുടെ ആ സൊസൈറ്റിയുടെ രീതികൾ, അവിടുത്തെ ധാർമ്മികവും അധാർമികവുമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ എങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോയിരുന്നത് ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ആ സമൂഹത്തിൻ്റെ ഒരു ചിത്രീകരണം തന്നെയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്.